കോൾപ്പാടത്തോട് ചേർന്ന് കിടക്കുന്ന അന്തിക്കാട് 5, 6 വാർഡുകളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. നിരവധി വീട്ടുകാരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. പാറളം, ചാഴൂർ, ചേർപ്പ്, താന്യം, പുള്ള് പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾ പാടശേഖരത്തിലൂടെ ഒഴുകി മണലൂർ താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിൽ എത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളമൊഴുകുന്ന ചാലുകളിലെ കുളവാഴ, ചണ്ടി, കരിവാലി എന്നിവ മഴക്കാലത്തിന് മുന്നോടിയായി നീക്കം ചെയ്യാത്തതും നീരൊഴുക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം ശുചിമുറികൾ ഉപയോഗിക്കാനാകാത്തതാണ് പ്രദേശത്തുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. 5, 6 വാർഡുകളിൽ വളരെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കല്ലടവഴി ഭാഗത്ത് മിക്കവാറും വീടുകൾ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കളക്ടർക്ക് അതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വെള്ളവും ഇവിടെ നിന്ന് മണലൂർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ മണലൂരത്തെ ആ ബണ്ടും കാഞ്ഞങ്ങോളിലെ ബണ്ടും പൊട്ടിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇന്ന് ഞങ്ങൾ സബ് കളക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. സബ് കളക്ടർ നാളെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ്, പാടശേഖര സമിതി ഭാരവാഹികളെ എല്ലാവരെയും മീറ്റിംഗ് നാളെ തന്നെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ജൂൺ 25 രാവിലെ 10 തൃശൂർ സബ് കളക്ടറുടെ ചേംബറിൽ യോഗം വിളിച്ചിട്ടുള്ളത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, കോൾ പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ സംയുക്ത യോഗമാണ് വിളിച്ചിട്ടുള്ളത്. 5, 6 വാർഡുകളിലെ വെള്ളം കയറിയ വീടുകളും പ്രദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്, വാർഡംഗങ്ങളായ ലീന മനോജ്, ശരണ്യ രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വില്ലേജ് ഓഫീസർ ജെ ജനേഷ്, കൃഷി ഓഫീസർ ശ്വേത എന്നിവർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി.